മഹാത്മ്യത്തിൽ പറഞ്ഞില്ലേ കഥ? എന്ത് കേട്ടാൽ പോരാ, കേട്ടത് ഓർക്കണം. നമ്മൾ എത്ര ആളിൽ കേട്ടത് ഓർക്കുന്നുണ്ട്? അന്നത്തെ ഒന്നാം ദിവസത്തെ ഇത്ര അധ്യായങ്ങൾ, ഓരോ ദിവസവും ആവറേജ് 50 അധ്യായമാണ്. ആ 50 അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടോ? വിഷയവിവരം പറഞ്ഞാൽ അത് വായിക്കാമെന്നല്ലാതെ അതിലത്തെ കഥകളൊന്നും നമുക്ക് ഓർമ്മയില്ല. ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ പോയി എന്നല്ലാണ്ട് ഓർക്കലോ ഓർത്തുറപ്പിക്കലോ ഇല്ല എന്നർത്ഥം. സൂതശൗനകാദികളുടെ കഥയും പരീക്ഷത്തിൻ്റെ കഥയും ശ്രീശുവൻ്റെ കഥയും അത് കഴിഞ്ഞിട്ട് ദേവഹൂതിയുടെ കഥയും പിന്നെ നമ്മൾ കേട്ടില്ലേ ധ്രുവൻ്റെ കഥയും പൃഥ്വമഹാരാജാവിൻ്റെ കഥയും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് പഞ്ചമസ്കന്ധത്തിലെ ഋഷഭാവതാരവും ഭരതൻ്റെ ചരിത്രവും നമ്മൾ കേട്ടത്. ഭരതൻ ഇപ്പോൾ ആ ഭഗവതിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനായി മാറി എന്നുള്ളതിന് ഉദാഹരണമാണ് രഘുഗണനെ ഉപദേശിച്ച് നേരെയാക്കിയത്. അപ്പോൾ ഭരതനാകുന്ന ആ നിലാവെളിച്ചത്തിൽ വരണവരൊക്കെ അതുപോലെ ആയിട്ട് മാറുകയാണ്. മൗഹൂർത്തികാദ്യസ്യ സമാഗമം ഇവിടെ പറഞ്ഞ വാക്കാ. ഗുരുനാഥ, അവിടുത്തെ മുമ്പിൽ ഒരു മുഹൂർത്ത നേരെ ഞാൻ നിന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് എങ്ങനെയായി മാറ്റം വന്നത്? ഞാൻ എല്ലാം വിട്ടു. അവിടുത്തെ പോലെ പരമഹംസ പദവിയിലേക്ക് ഇതാ പറന്നു 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 പോവാണ്. ഇന്നലെ പറഞ്ഞില്ലേ പെരുന്തിനോപാഖ്യാനത്തിലെ കഥ? പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ഹാ പൂമരക്കൊമ്പിൽ. ഏതാ പൂമരക്കൊമ്പ്? ദ്വാസുപർണാസഖായൗ സമാനം വൃക്ഷം വർഷസ്വര്യാതേ തയോരേക വിപ്പലം സ്വാദ്വതി അനശ്നന്യോ അഭിഷാകശീലി. ഉപനിഷത് മന്ത്രത്തിൽ പറയുന്ന ഒരു മരണ്ട്. ഊർധ്വമൂലമധശാഖമശ്വത്ഥം പ്രാഹുരദ്വയം. ഗീതയിൽ പറയുന്ന ഒരു മരം. ഏതാ ഈ മരം? ഒരാല് സങ്കല്പിച്ചോളൂ. ആ ആല് തലകീഴായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മൂലം കഥ എവിടെയാവും? ഭഗവാനിലെന്നർത്ഥം. ഭഗവാനാകുന്ന ആ വൃക്ഷം പ്രപഞ്ചമായിട്ട് ഇതാ വിളർന്ന് നിൽക്കുക. അപ്പോൾ ഇതിലത്തെ ഓരോ ഇലകളും, ഇന്നലെ പറഞ്ഞോളൂ, ഓരോ ഇലകളിലുമുള്ള ഓരോ ജീവകോശങ്ങളും ഇതേ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളും അതെ, ഇത് ബോധം വരുന്നില്ല. പുസ്തകത്തിൽ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ബോധമായിട്ട് അത് മാറണില്ല. ഭഗവാനാകുന്ന ആത്മരത്തിൻ്റെ ഇലകളാണ് ഞാൻ. മാർക്കണ്ഡേയന് അത് മനസ്സിലായ കഥയാണ് ഒടുവിൽ പറയണത്. അതാണ് ആലിൻ്റെ ഇലകളിലൊക്കെ കാലും കുളിച്ച് കിടക്കണ ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണിയെ ഞാൻ എൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ മാർക്കണ്ഡേയനും കാല് പിടിച്ച് കിടക്കണം ഉണ്ണികൃഷ്ണൻ തന്നെയായിട്ട് മാറി എന്നർത്ഥം. ഇതുപോലെ ഈശ്വരനെ ഓർത്ത് ഈശ്വരനായി മാറുക. ബ്രഹ്മവിൻ ബ്രഹ്മൈവ ഭവതി. അതാണ് നമ്മളോട് പറയണത്. നമ്മൾ മധുരമായിട്ട് മാറുക, നമ്മൾ അമൃതമായിട്ട് മാറുക. അപ്പം പിന്നെ വേറൊരു മധുരം, വേറൊരു അമൃത നമുക്ക് വേണ്ടാണ്ടാവും എന്നർത്ഥം. പൂർണ്ണത എന്ന് പറയുന്നത് അതാണ്. ബ്രഹ്മൈവ ഭവതി, പൂർണ്ണം തന്നെയാവുന്നു. അതാണ് ഏറ്റവും വലിയ അവസ്ഥ. അതിവിടെ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ ഭാരത ചക്രവർത്തിക്ക് ഭരതന് അന്നുണ്ടായിരുന്നു എന്ന് കണ്ടു. അതാ പരീക്ഷിച്ച് പറഞ്ഞത്. ഗുരുനാഥ, ആ ഭരതൻ ഭരിച്ചിരുന്ന രാജ്യങ്ങളുടെ ഭൂഗോളത്തിൻ്റെ പിന്നെ ജ്യോതിർഗോളങ്ങളും കൂടി ഇവരുടെ കീഴിലാന്ന് പറയണം. ഭാരത ചക്രവർത്തിമാരുടെ ആ കഥകളൊക്കെ പറയണം. വിസ്തരിച്ച് പറയണം. ശ്രീശുവൻ ഒന്ന് ചിരിച്ചു. 7-ാം ദിവസം ഭാഗവത കഥകളും കേട്ട് തക്ഷകൻ്റെ കടിയേറ്റ് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾക്ക് ഈ ഭൂഗോള ജ്യോതിർക്ക് വിവരണമൊക്കെ എന്തിനാ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഭൂഗോളം എന്ന് പറയണത് ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപേ ആവേശിതം മന. ഗുണമയമായ സ്ഥൂലരൂപമാണ് ഭൂഗോളം.
അപ്പോൾ ഭൂമിയിലുള്ളതൊക്കെ വെള്ളവും ഭൂമിയും വായുവും ആകാശവും അതല വിതല സുതല തലാതല മഹാതല സാതല പാതാളാദികളും ഭൂർഭുവസ്വം മഹർജനതപസത്യവും ഒക്കെ ഭഗവാന്റെ രൂപമല്ലേ?